എമ്മിലൂടെ ചിരിയൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉമ്മാൻ്റെ ചമ്മന്തി റെസിപ്പി ഉണ്ടല്ലോ. അതിലേക്ക് വേണ്ടത് കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പുളി, കരിവേപ്പില, വറ്റൽമുളക്, കായപ്പൊടി, തേങ്ങ, പിന്നെ ആവശ്യത്തിനുള്ള പപ്പടം. ആദ്യം നമുക്ക് പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് വറ്റൽമുളക് വറുത്ത് മാറ്റി വെക്കാം. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ അത് കൊച്ചുള്ളി ഇട്ട് വഴറ്റിയിട്ട് കറിവേപ്പില. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ടോ കൊച്ചുള്ളി ഇടുന്നത്. സോറി, എൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടൊക്കെ ചെയ്താൽ മതി. കാരണം പാചകം അറിയാത്ത ഞാൻ വോയിസ് ഓവർ കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് അതിലേക്ക് പുളിയിട്ട്, അപ്പോൾ വറ്റൽമുളക് ഇട്ടല്ലേ, വറ്റൽമുളക് ഇട്ടതിന് ശേഷം കേട്ടോ പുളി ഇടുന്നത്. ഇതെല്ലാം എൻ്റെ മിസ്റ്റേക്ക് മാത്രം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. പുളിയിട്ട് ആവശ്യത്തിന് കായം ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങയും പപ്പടം ഇട്ട് നല്ലോണം ഇളക്കി മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് ചമ്മന്തി ഒന്ന് ഇളക്കിയെടുക്കുക. അത് ഈ വീഡിയോയിലുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ എത്രാമത്തെ വട്ടം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അറിയാമോ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, തെറി വിളിക്കരുത്, കാരണം ഞാനാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത